അപ്പോൾ ഇനി നമ്മൾ പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ബേസിക് അൽഗോരിതംസ് മൊഡ്യൂൾ 1 ചാപ്റ്ററിൻ്റെ തലക്കെട്ടാണ് എന്ത് ഇൻട്രൊഡക്ഷൻ ടു ഡാറ്റ സ്ട്രക്ചർ ആൻഡ് ബേസിക് അൽഗോരിതംസ്. അപ്പോൾ അതിൽ ഇൻട്രൊഡക്ഷൻ ടു ഡാറ്റ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു. ഇനി ഇൻട്രൊഡക്ഷൻ ടു ബേസിക് അൽഗോരിതംസ് ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. കൃത്യമായിട്ടാണ് നമ്മൾ പോകുന്നത്. എക്സാം ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. വേഗം തന്നെ നമ്മൾ എല്ലാത്തിലൂടെ ഒന്ന് കടന്നു പോവുകയാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചോളൂ. ഈ ബേസിക് അൽഗോരിതംസ് എന്ന് പറയുന്നത് ആർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് ഫോർ സോൾവിങ് കമ്പ്യൂട്ടേഷണൽ പ്രോബ്ലംസ്. ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറാണ്. നമുക്കറിയാമല്ലോ, നമ്മൾ അൽഗോരിതംസ് നമ്മൾ കണ്ടിട്ടുണ്ടാകും, ചിലർ കണ്ടിട്ടുണ്ടാകില്ല. എന്തായാലും ഒക്കെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറാണ്. എന്തിനു വേണ്ടി അറിയോ? കമ്പ്യൂട്ടേഷനായിട്ടുള്ള പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറാണ് എന്ത് ബേസിക് അൽഗോരിതംസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. ദി ഫോം ദ ബാക്ക് ബോൺ ഓഫ് കമ്പ്യൂട്ടർ സയൻസ്. ഇത് ഈ ബേസിക് അൽഗോരിതംസ് എന്ന് പറയുന്നത് എന്താണ്? കമ്പ്യൂട്ടറിൻ്റെ ഒരു നട്ടെല്ലാണ് എന്ന് പറയാം. കാരണം എനേബിളിംഗ് എഫിഷ്യൻറ്റ് പ്രോസസ്സിംഗ്, അനാലിസിസ്, അതുപോലെ തന്നെ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഡാറ്റ. എഫിഷ്യൻറ്റ് പ്രോസസ്സിങ്ങും അനാലിസിസും ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഡാറ്റ ഇതൊക്കെ എനാബിൾ ചെയ്തു വരുന്ന കാരണം കൊണ്ട് തന്നെ നമുക്ക് ഇന്ന് പറയാൻ സാധിക്കും ഇതൊരു ബാക്ക് ബോൺ ആണ്. ഇതിൻ്റെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒരു ബാക്ക് ബോൺ ആണ് എന്ന് പറയാൻ സാധിക്കും. ഇനി നോക്കിയേ, അണ്ടർസ്റ്റാൻഡിങ് ബേസിക് അൽഗോരിതംസ് ഈസ് എസെൻഷ്യൽ ഫോർ എനി ആസ്പിരിംഗ് പ്രോഗ്രാമർ ഓർ കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ്. ഏതൊരു പ്രോഗ്രാമറും അല്ലെങ്കിൽ ഏതൊരു കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റും ആഗ്രഹിക്കുന്ന കാര്യമാണ് ബേസിക് അൽഗോരിതംസ് എന്ത് ചെയ്യണം, മനസ്സിലാക്കണം എന്നത്. അത് മനസ്സിലായി നല്ല രീതിയിൽ അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ ഏതൊരു പ്രോഗ്രാമറും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അൽഗോരിതം ഇനി അടുത്തത് കേട്ടോ. അൽഗോരിതം ഈസ് വെൽ ഡിഫൈൻഡ് പ്രൊസീജിയർ. അൽഗോരിതംസ് എന്ന് പറയുന്നത് ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് എന്നുകൂടെ പറയുന്നുണ്ട്. ഇനി ഓക്കെ, ദാറ്റ് ടേക്ക് ഇൻപുട്ട് ഡാറ്റ. അപ്പോൾ ഇൻപുട്ട് ഡാറ്റ ചെയ്യുന്നുണ്ട്, ടേക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് അൽഗോരിതംസ് പ്രൊഡ്യൂസ് ഔട്ട്പുട്ട് ഡാറ്റ. അൽഗോരിതംസ് നിന്ന് ഡാറ്റ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുകൂടെ പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ആ ഒരു എന്താ പറയുക ഫൈനൈറ്റ്നെസ് നമുക്ക് നോക്കിയാലോ. അൽഗോരിതം ടെർമിനേറ്റ് ആഫ്റ്റർ എ ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സ്. ഇതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഫൈനൈറ്റ്നെസ് ആണ് അത് ആകെ പറഞ്ഞ കാര്യം കേട്ടോ. കാരണം അൽഗോരിതംസ് എന്ന് ചെയ്യുന്നുണ്ട് അതൊരു നിശ്ചിത എണ്ണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു നിശ്ചിത ഒരു ഘട്ടം കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റോപ്പ് ആകുന്നുണ്ട്. ഇനി അതിൻ്റെ എഫക്റ്റീവ്നെസ് എന്താ അറിയോ? അൽഗോരിതം പ്രൊഡ്യൂസ് ദ ഡിസൈർഡ് ഔട്ട്പുട്ട്. അത് ആവശ്യമുള്ള ഔട്ട്പുട്ട് നമുക്ക് തരുന്നു എന്നതാണ് മറ്റൊരു നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യം. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് ടൈപ്പുകളാണ്, ടൈപ്പ് ഓഫ് അൽഗോരിതംസ്. അപ്പോൾ നമുക്ക് പറയാം സോർട്ടിംഗ് അൽഗോരിതം, സെർച്ചിങ് അൽഗോരിതം, ഗ്രാഫ് അൽഗോരിതം, ഇതെല്ലാം ഇതിൻ്റെ ടൈപ്പാണ്. ഇനി നമുക്ക് നോക്കാം എന്താണ് സോർട്ടിംഗ് അൽഗോരിതം എന്ന് പറഞ്ഞാൽ അറേഞ്ച് ഡാറ്റ ഇൻ സ്പെസിഫിക് ഓർഡർ. ഓക്കെ, ഇതാണ് സോർട്ടിംഗ് അൽഗോരിതം. എക്സാമ്പിൾ ബബിൾ സോർട്ട്, ക്വിക്ക് സോർട്ട്, ഇതിലൊക്കെ പറയാം കേട്ടോ. പിന്നെ ഇനി സെർച്ചിങ് അൽഗോരിതം എന്ന് പറഞ്ഞാൽ എന്താ, ഫൈൻഡ് സ്പെസിഫിക് ഡാറ്റ വിത്തിൻ എ ഡേറ്റ്സ്. ഇതാണ് സെർച്ചിങ് അൽഗോരിതം. എക്സാമ്പിൾ ലീനിയർ സെർച്ച് ആൻഡ് ബൈനറി സെർച്ച്. ഇനി ഗ്രാഫ് അൽഗോരിതം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ട്രാവേഴ്സ് ആൻഡ് മാനിപ്പുലേറ്റ് ഗ്രാഫ് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയാം. ഇതാണ് ഗ്രാഫ് അൽഗോരിതം എന്ന് പറയുന്നത്. എക്സാമ്പിൾ ബ്രെഡ് ഫസ്റ്റ് സെർച്ച് ആൻഡ് ഡെപ്ത് ഫസ്റ്റ് സെർച്ച് എന്ന് പറയാം. ഓക്കെ, ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ അറിയോ, എഫിഷ്യൻറ്റ് പ്രോബ്ലം സോൾവിങ് ആൻഡ് സ്കെയിലബിലിറ്റി ആൻഡ് റീയൂസബിലിറ്റി. ഇതെല്ലാം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്ന എന്താണ് ഇതിൻ്റെ ബേസിക് അൽഗോരിതംസിൻ്റെ കാര്യങ്ങളാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ആദ്യം നമ്മൾ ബേസിക് അൽഗോരിതംസിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അതിൻ്റെ ഫൈനൈറ്റ്നെസ്സും എഫക്റ്റീവ്നെസ്സും ടൈപ്സുകളും ഇമ്പോർട്ടൻസും ഇതെല്ലാം നാം പറഞ്ഞു. ഇനി ഇതിന് നിങ്ങളുടെ കഴിവാണ് എങ്ങനെ ഇതിന് ഒരു വലിയൊരു പാരഗ്രാഫായിട്ടാവും ചിലപ്പോൾ എഴുതേണ്ടി വരും അല്ലേ. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാലോ ആ എക്സാമിൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ രീതിയിൽ നമ്മളായിട്ട് എന്ത് ചെയ്യാണ്, ഈ ചെറിയ കാര്യങ്ങൾ അങ്ങോട്ട് നല്ല രീതിയിൽ എഴുതി കഴിഞ്ഞാൽ നമ്മൾ പാസ്സാവും കേട്ടോ. ഇനി നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ വരാണ്ട്, അതും ഇതിലേക്കൊക്കെ കൂട്ടിച്ചേർക്കാനുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതാണ് നമ്മളിങ്ങനെ ചുരുക്കിയിട്ട് പറയുന്നത്.